ഹായ്ഡാ, വെൽക്കം ബാക്ക്. ഓണ പരീക്ഷയാണെങ്കിലും ഏതൊരു എക്സാം ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് അട്രാക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ എന്ത് ഉൾപ്പെടുത്തണം? ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഈ ഓണപരീക്ഷയ്ക്ക് നമ്മൾ ഒന്നാം പാടും രണ്ടാമത്തെ പാടൊന്നും വരാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ചില ആൾക്കാർ ഇപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിത്രങ്ങൾ കണ്ടിട്ട് അമ്മേ അച്ഛ ഇതാ മറ്റേ വലതുകൈ പെയ്യൽ നിയമമല്ലേ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളല്ലേ, ഇങ്ങനെയൊക്കെ ആക്കണ്ടേ എന്നൊക്കെ വിചാരിക്കും. ശരിക്കും ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ആപ്പിലും നമ്മുടെ യൂട്യൂബ് ലൈവിലൊക്കെ നമ്മൾ തന്നതാ. ഇന്ന് നമ്മൾ എന്താ നോക്കുന്നത്? എക്സാമിൻ്റെ തലേന്ന് ഉഡായിപ്പോടെ എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാമെന്ന്. ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഈ രണ്ട് ചിത്രങ്ങളാണുള്ളത്, കുഴപ്പമൊന്നുമില്ലല്ലോ. സോ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ട് ചിത്രങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടുന്ന് എന്താ ചോദിക്കുക? സാറേ, ഈ ഒരു കാന്തസൂചി ഉണ്ടല്ലോ, മാഗ്നറ്റിക് നീഡിൽ ഉണ്ടല്ലോ, ഈ നീഡിൽ എങ്ങോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക, എങ്ങോട്ടാണ് ഇളകുക? ഇതാണ് ചോദിക്കുക. ഇങ്ങോട്ട് ഒന്നെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കും ക്ലോക്ക് വൈസ് ആണോ, അല്ലെങ്കിൽ ചോദിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന്. ക്ലോക്ക് വൈസിൻ്റെ മലയാളം പ്രദക്ഷിണ ദിശ എന്നാണ്, ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ മലയാളം അപ്രദക്ഷിണ ദിശ എന്നാണ്. പേടിക്കരുത്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിക്കോ. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടി? കറണ്ട് പോകുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. എടാ, കറണ്ട് എവിടെ നിന്നാ പോവുക? പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ക്ക്. അതിന് സാറേ പോസിറ്റീവ് ഏതാ? വലിയ വര. ഇതല്ലേ നമ്മൾ വലിയ വര. അപ്പോൾ ഈ വലിയ വരയെന്ന് കറണ്ട് ഇങ്ങനെ വരും. ഈ വലിയ വരയെന്ന് കറണ്ട് നേരെ വന്ന് നെഗറ്റീവ് കയറും. ഇതിലാർക്കും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ഇതും വെറുതെ ഒന്ന് മാർക്ക് ചെയ്യാം. സാറേ, കറണ്ട് ഏതാ പോവുക? വലിയ വരയെന്ന് ചെറിയ വരയ്ക്ക്. സാറേ, ഇതാണ് വലിയ വര. സോ വലിയ വരയെന്ന് കറണ്ട് ഇങ്ങനെ വരുന്നു, തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചിങ്ങനെ വീട്ടിൽ കയറുന്നു. ആർക്കും ഇതിലെതിരെ അഭിപ്രായമൊന്നുമില്ലല്ലോ. ഇത് ഏത് ആൾക്കാർക്കും കിട്ടും. ഇനിയാണ് ഞാൻ പറഞ്ഞത് സിമ്പിൾ ടെക്നിക്കാണ്. വയറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ, നമ്മളെ നീഡിൽ വയറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലത്തേ ഭാഗം നോക്കുക. എപ്പോഴാണ് നോക്കേണ്ടത്? വലത്തേ ഭാഗം. ഈ വലത്തേ ഭാഗത്ത് നമ്മുടെ ചെക്കൻ കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? മുകളിലേക്ക്. സോ ഇവൻ എങ്ങോട്ടായിരിക്കും പോവുക? മുകളിലേക്ക്. കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. ഇനി ഇവിടെ നോക്കടാ, വയറിൻ്റെ താഴെയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടി? വലത്തേ ഭാഗം നോക്കുക. വലത്തേ ഭാഗത്ത് താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇവൻ എങ്ങോട്ടാ പോവുക? താഴോട്ട്. ഇത്രയുള്ളൂ പരിപാടി. ഞാൻ ആദ്യമേ പറയാം, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള രണ്ട് ചിത്രങ്ങൾക്ക് മാത്രമാണ് ബാധകം. ഇതല്ലാണ്ട് ഹൈ ലെവൽ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ എക്സാമിൻ്റെ തലേന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങൾ പക്ക പഠിക്കാൻ പോകുന്നു. സെറ്റല്ലേ? ഒന്നും കൂടി നോക്കടാ. കോഡ് ഇത്ര മാത്രമേ ഉള്ളൂ. വലത്തേ ഭാഗം നോക്കുക. വലത്തേ ഭാഗത്ത് മുകളിലോട്ടാണെങ്കിൽ ഇവൻ മുകളിലോട്ട് പോകും. വലത്തേ ഭാഗത്ത് താഴോട്ടാണെങ്കിൽ ഇവൻ താഴോട്ട് പോകും. കണ്ടീഷൻ നമ്പർ 1, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള നോർത്ത് ഈ ഭാഗത്തുള്ള വയറിന് താഴെയാണെങ്കിൽ മാത്രമാണ്. മിക്കവാറും അതന്നെ എക്സാമിന് വരുള്ളൂ. കാരണം ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ നിങ്ങളായിരിക്കും, സാറേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടില്ലല്ലോ, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് എങ്ങനെയാണ് സാറേ കണ്ടെത്തുകയെന്ന്? സിമ്പിളാ. ഇവൻ്റെ കൂടെ അങ്ങോട്ട് പോവുക. ഇങ്ങോട്ട് ഇതിൻ്റെ വാലുമൊക്കെ അങ്ങോട്ട് ചാടുക. സുഹൃത്തുക്കളെ, ഇതിൻ്റെ കൂടെ പോകുന്നു, വാലിലോട്ട് അങ്ങോട്ട് ചാടുന്നു. പറ, ഇത് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കഴിഞ്ഞ്. അപ്രദക്ഷിണ ദിശ. ഇനി ഇവിടെ നോക്കടാ, ഇവൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നു, വാലിലേക്ക് അങ്ങോട്ട് ചാടുന്നു. പറ, ഇതേതാ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പ്രദക്ഷിണ ദിശ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ നമ്മൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം പഠിച്ച്, ഒന്നും കൂടി ഞാൻ പറയാണ്, തളരരുത്. ആകെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? താഴ്ഭാഗത്താണെന്നുണ്ടെങ്കിൽ വലത്തേ ഭാഗം നോക്കുക. വലത്തേ ഭാഗത്ത് മുകളിലോട്ടാണെങ്കിൽ ഇവൻ മുകളിലോട്ട് പോകും. വലത്തേ ഭാഗത്ത് താഴോട്ടാണെങ്കിൽ ഇവൻ താഴോട്ട് പോകും. സെറ്റല്ലേ? സിമ്പിൾ അല്ലേ? കണ്ടീഷൻസ് അപ്ലൈ. പക്ഷെ നമുക്കിത് മതി. ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം. രണ്ടാമത് എന്താടാ? ഈ ചിത്രം തരും. എന്നിട്ട് നിങ്ങളോട് ഇത് ആരാന്ന് ചോദിക്കും. എൻ്റെ പൊന്നു മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, 10ാം ക്ലാസ്സിൽ ഇതേ ലുക്കുള്ള 3 ആൾക്കാരുണ്ട്. ഏറെക്കുറെ ഇതേ ലുക്കുള്ള. ഒരാൾ AC ജനറേറ്ററാണ്, ഒരാൾ DC ജനറേറ്ററാണ്, ഒരാൾ മോട്ടറാണ്. എങ്ങനെയാണ് അത് ജനറേറ്ററാണോ മോട്ടറാണോ എന്ന് ആദ്യം തിരിച്ചറിയുക? ആദ്യം തന്നെ പോയി റിങ്ങൊക്കെയല്ലേ നോക്കേണ്ടത്. ആദ്യം തന്നെ ഈ ഭാഗത്തേക്ക് നോക്കുക. ബാറ്ററി ഉണ്ടോ എന്ന് നോക്കുക. ബാറ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? കറണ്ട് കൊടുക്കുന്നുണ്ടെന്നല്ലേ. കറണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് കറങ്ങുന്ന ആളാരാ? മോട്ടർ. സോ എൻ്റെ മക്കൾ പഠിച്ചോ, ഇവിടെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ബാറ്ററി ഉണ്ടെങ്കിൽ മോട്ടർ ആയിരിക്കും. നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. ബാറ്ററി ഉണ്ടെങ്കിൽ മോട്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും ബാറ്ററി ഇല്ലെങ്കിലോ? മോയെ. അപ്പോൾ എന്താ കാട്ടുക? എടാ, ബാറ്ററി ഇല്ലയെന്നിരിക്കുക. ബാറ്ററി ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ മക്കൾ റിങ്ങിലേക്ക് നോക്കുക. ആ റിങ് 2 ഫുൾ റിങ് ആണെന്ന് ഇരിക്കുക. 2 ഫുൾ റിങ് ആണെന്ന് ഇരിക്കുക. 2 റിങ് പൈസക്കാരാ, AC ഉള്ള വീട്ടിലെ കുട്ടികളാ. AC ജനറേറ്റർ 2 ഫുൾ റിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്ലിപ്പ് റിങ് എന്ന് വിളിക്കും. അത് ഏത് ജനറേറ്റർ ആയിരിക്കും? AC ജനറേറ്റർ ആയിരിക്കും. എന്നാൽ സാറേ റിങ് 1 മാത്രമേ ഉള്ളൂ, ഒരു പകുതിയാക്കിയാൽ സാറേ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്താ വിളിക്കുക? സ്പ്ലിറ്റ് റിങ്. അത് ഏത് ജനറേറ്ററാടാ? DC ജനറേറ്റർ. ഇനി എൻ്റെ മക്കൾ പറ. ആദ്യം ഞാൻ പറഞ്ഞു, ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുന്നു. ബാറ്ററി ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു ചർച്ചയില്ല, അത് മോട്ടറായിരിക്കും. ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ റിങ്ങിലേക്ക് നോക്കുന്നു. ആ റിങ് ഫുൾ റിങ് ആണെങ്കിൽ AC ജനറേറ്റർ ആയിരിക്കും. റിങ് പകുതിയാണെങ്കിൽ അത് DC ജനറേറ്റർ ആയിരിക്കും. സെറ്റല്ലേ? അപ്പം നമ്മൾ ഇവനെ കണ്ടാൽ നമ്മൾ പറയും, സാറേ ഇതാരാണ്? ഇതാണ് മോട്ടർ, വൈദ്യുത മോട്ടർ. സെറ്റ്. രണ്ടാമത്തെ ചിത്രവും കഴിഞ്ഞ്. ഇനി മൂന്നാമത്തെ ചിത്രം. ഇതും വളരെ വളരെ സിമ്പിളാണ്. ഇത് നിങ്ങളുടെ രണ്ടാമത്തെ പാഠത്ത് പഠിച്ചൊരു ഹെഡിങ്ങാണ്. സൂത്രങ്ങൾ നോക്കടാ. ഞാനൊരു കാർഡ്ബോർഡ് എടുത്ത് ആ കാർഡ്ബോർഡിലൂടെ കറണ്ട് അങ്ങോട്ട് കടത്തി വിട്ട്.
സിമ്പിൾ. നമ്മൾ രണ്ടാമത്തെ പാഠത്ത് പഠിച്ചൊരു പോയിന്റ് ഉണ്ടല്ലേ, ഒരു വയറിലൂടെ കറണ്ട് കടത്തി വിട്ടാൽ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും, കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. എക്സാമിന് കൂടെ എന്താ ചോദിക്കുക? ഇതാ സാറേ ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചിത്ര, ഞാൻ കളർ മാറ്റി ഇവിടെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് എക്സാമിന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ രണ്ട് സ്ഥലത്തെയും മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാൻ വേണ്ടി പറയും. എടാ പൊന്നു മക്കളെ, ഒരു വയറാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ, ഒരു ഋജുവായ ചാലകം, പേടിക്കരുത്, ഒരു നേരുള്ള വയർ, ഒരു നേരുള്ള വയറാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വട്ടം വട്ടം നാരങ്ങ. ഇവിടെ നോക്കടാ, രണ്ട് വട്ടമായിരിക്കും. നിങ്ങൾക്ക് രണ്ടല്ല, വട്ടം, ഒരേ കേന്ദ്രമുള്ള വൃത്തങ്ങൾ, കോൺസെൻട്രിക് സർക്കിൾസ് എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും സാറേ ഇതും ഒരു വയറല്ലേ, ഒരു സ്ട്രെയിറ്റ് വയറല്ലേ? പൊന്നു മാഷ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സ്ട്രെയിറ്റ് വയറാണെങ്കിൽ, ഒരു നേരായ വയറാണെങ്കിൽ അതിൻ്റെ കാന്തിക മണ്ഡലം സുഹൃത്തുക്കളെ ഒരേ കേന്ദ്രമുള്ള വൃത്തങ്ങളായിരിക്കും. പകുതി മാർക്ക് ഏറെക്കുറെ ആയി. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഒരു വയറാണെങ്കിൽ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം ഒരേ കേന്ദ്രമുള്ള വൃത്തങ്ങളായിരിക്കും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ഏതൊരു അഭിപ്രായം ആർക്കുമില്ലല്ലോ. സാറേ ഇത് നമ്മൾ കിട്ടി, എക്സാമിനും കൊണ്ട് വീണ്ടും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാന്തിക മണ്ഡലത്തിന്റെ ദിശ കണ്ടെത്താൻ പറ്റുമെന്ന്. എടാ കാന്തിക മണ്ഡലം എങ്ങനെ പോവുക? ഒന്നെങ്കിൽ കാന്തിക മണ്ഡലം സാറേ ദാ ഇങ്ങോട്ടായിരിക്കും, ദാ ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ കാന്തിക മണ്ഡലം സാറേ ദേ ഇങ്ങോട്ടായിരിക്കും, ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ സാറേ കണ്ടെത്തുക? അതിനുള്ള നിയമമാണ് വലതു കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. സിമ്പിളാടാ, വളരെ സിമ്പിളാടാ. ഇങ്ങോട്ട് ഞാൻ പറഞ്ഞ ഈ പോയിന്റ് മാത്രം ആലോചിച്ചാൽ മതി. കറണ്ട് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇങ്ങോട്ട് ഇങ്ങനെ പിടിക്കുക, നോട്ട്ബുക്ക് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പറയാം ബാ ബാ ബാ, ഇങ്ങനെ ആക്കിയാൽ മതി. വാ 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 ഇങ്ങനെ പറഞ്ഞാൽ മതി, വാ വാ വാ. ശരിക്കും ബബ്ബ എന്നൊക്കെയാണ് പറയേണ്ടത്, തൽക്കാലം നമുക്കിങ്ങനെ വാ 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 എന്നറിയാം. കറണ്ട് താഴോട്ടാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വാ 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 എന്ന് പറയാം. നമുക്ക് ഡ്രമോ നോക്കല്ലേ. അപ്പോൾ കറണ്ട് മുകളിലാണെങ്കിൽ ലൈക്ക് അടിക്കുക, കറണ്ട് താഴോട്ടാണെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സിമ്പിളാടാ. ആദ്യം എന്താ ചെയ്യേണ്ടി? കറണ്ട് പോകുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. സാറേ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടാ പോവുക? പോസിറ്റീവ് നെഗറ്റീവ്. പൊന്നു മാഷേ പോസിറ്റീവ് ഏതാ? വലിയ വരെയാണ് പോസിറ്റീവ്, വേണ്ടല്ലോ വലിയ വര. സോ ഈ വലിയ വരയിൽ നിന്ന് കറണ്ട് ഇങ്ങനെ പോവും, മേലോട്ട് പോവും, ഇങ്ങോട്ട് പോവും, താഴോട്ട് പോവും, തിരിച്ച് വീട്ടിൽ കയറും. ഇതിലഭിപ്രായം ഒന്നും ആർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സാറേ കറണ്ട് പോസിറ്റീവ് എന്ന് നെഗറ്റീവ് വന്ന് നമ്മളോട് എന്താ എക്സാമിന് വെച്ച് ഈ സ്ഥലത്തുള്ള മാഗ്നറ്റിക് ഫീൽഡും കണ്ടെത്തണം, ഈ സ്ഥലത്തുള്ള കാന്തിക മണ്ഡലവും കണ്ടെത്തണം. ആദ്യം നമുക്ക് ഈ ഭാഗം നോക്കുകയല്ലേ. ഇത് ഏതാടാ പോയിന്റ്? എക്സ് എന്നുള്ള പോയിന്റ് നോക്കാൻ പോവാ. നിങ്ങൾ പറ, ഈ എക്സ് എന്നുള്ള സ്ഥലത്ത് കറണ്ട് മുകളിലോട്ടാണോ പോകുന്നത് അതോ താഴോട്ടാണോ? പൊന്നു മാഷേ ഇതാ കണ്ടോ, കറണ്ട് ഇങ്ങനെ മുകളിലോട്ടാണ് പോണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി? ലൈക്ക് അടിക്കണം. എന്താ ചെയ്യേണ്ടി? ലൈക്ക് അടിക്കണം. നിങ്ങളെ നോട്ട്ബുക്ക് ആണെങ്കിൽ നിങ്ങളെ നോട്ട്ബുക്കിൽ ഇങ്ങനെ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിയാൽ വാ വാ അയ്യോടാ വാ അയ്യോ വാ വാ. എന്ത് രസമാടാ ഫിസിക്സ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെ പിടിക്കുക, വാ വാ ഐഷ്. ഓനിങ്ങനെ മാടി വിളിക്കുക, വാടാ വാടാ. എന്ത് എളുപ്പാടാ സുഹൃത്തുക്കളെ. നിങ്ങൾ പറ, ഇത് ഏതാ ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അപ്രദക്ഷിണ ദിശ. എന്ത് രസമാടാ ഫിസിക്സ്. ഇനി ഇവിടെ നോക്ക്, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു. എന്താ ചെയ്യേണ്ടി? സാറേ ഈ ഭാഗത്ത് കറണ്ട് താഴോട്ടാ, അതെങ്ങനെ നിങ്ങൾക്ക് താഴോട്ട് നിന്ന് കിട്ടി? താഴോട്ടാണ് പോണത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടി? സാറേ മോൾക്കാണെങ്കിൽ ലൈക്കാണ്, താഴോട്ടാണെങ്കിൽ എന്താ? ഡിസ്ലൈക്കാണ്. അപ്പം ഡിസ്ലൈക്ക് അടിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ പിടിക്കേണ്ടി. പാവം നോട്ട്ബുക്ക് ആണെങ്കിൽ ഇങ്ങനെ പിടിക്കുക, ഡിസ്ലൈക്ക് അടിക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ. ഇങ്ങനെ എന്താ പറയണ്ടി? വാ ഇതിലൂടെ വാടാ വാടാ വാടാ. ഇങ്ങനെ മാടി മാടി വിളിക്കുക പാവം ചെക്കനെ. അപ്പം നോക്ക്, അപ്പം ഇങ്ങനെ വരുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ പറ, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, പ്രദക്ഷിണ ദിശ. എന്ത് രസ, വളരെ എളുപ്പമുള്ള സംഭവം. അപ്പം വീണ്ടും പറയുന്നേ, ഒരു വയറാണെങ്കിൽ കാന്തിക മണ്ഡലം ഒരേ കേന്ദ്രമുള്ള വൃത്തമായിരിക്കും, കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. കഴിഞ്ഞ് അടുത്ത ചിത്രം വരട്ടെ. എക്സാമിന് ഈ ചിത്രം തന്നു കഴിഞ്ഞാൽ എപ്പോഴും നോക്കിക്കോ, 10ാം ക്ലാസ്സിൽ ഇതേ ലുക്കിൽ ഒരുത്ത മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വായ തുറന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഒരുത്തനുണ്ടായിരിക്കും. ഈ ചെക്കനെ കണ്ടാൽ നമ്മൾ അപ്പം പറയണം, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിങ് കോയൽ ലൗഡ് സ്പീക്കർ. വല്ല പ്രശ്നമുണ്ടോ? മൂവിങ് കോയൽ ലൗഡ് സ്പീക്കർ. എക്സാമിന് ലൗഡ് സ്പീക്കറുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന്, ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തന തത്വം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താടാ? മോട്ടോർ പ്രിൻസിപ്പിൾ, മോട്ടോർ തത്വം. പിന്നെ ചിലപ്പം ചോദിക്കും ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. സിമ്പിളാ. ഇതിൻ്റെ ഭാഗങ്ങൾ എന്താ? ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും, വോയിസ് കോയിൽ ഉണ്ടായിരിക്കും, ഫീൽഡ് മാഗ്നറ്റ് അഥവാ ഫീൽഡ് കാണുന്നുണ്ടായിരിക്കും, ഒരു കണക്റ്റിംഗ് വയറും ഉണ്ടായിരിക്കും. വെറുതെ ഒന്ന് ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടി? മൂവിങ് കോയൽ ലൗഡ് സ്പീക്കർ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് എന്നൊക്കെ ഞാൻ പറയും. ഇല്ല, രണ്ട് ഇത്രം കൂടി കഴിഞ്ഞാൽ ഹാപ്പി എൻഡിങ്. ഈ ചങ്ങായി ആരാന്ന്? എടാ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചൊരു മഹാനാണ് ഈ മഹാൻ. ഇവൻ്റെ പേരെന്താ? ഇവൻ്റെ പേരാണ് സോൾഡറിങ് അയൺ. ഇവൻ്റെ പേരെന്താടാ? സോൾഡറിങ് അയൺ. ഈ ചിത്രം ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ട് ചോദിക്കും ഇത് ആരാണെന്ന്. സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ എന്ന് പറഞ്ഞ ഒരു വൈദ്യുത താപന ഉപകരണമാണ്, ഹീറ്റിംഗ് അപ്ലയൻസ് ആണ്.
അപ്പം നിങ്ങളെ മനസ്സിലുണ്ടാവണം, സാറേ ഒരു ഹീറ്റിംഗ് അപ്ലയൻസിൽ ചൂടാകുന്ന ഉപകരണങ്ങൾക്കല്ലേ നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസ് എന്ന് പറയാ? ആണല്ലോ. ഒരു ഹീറ്റിംഗ് അപ്ലയൻസിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചൂടുണ്ടാകുന്ന ഭാഗത്തിന് എന്താ പറയാ? ഹീറ്റിംഗ് കോയിൽ. അയ്യോ, ഹീറ്റിംഗ് കോയിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ച്? നിക്രോം. അയ്യോ, നിക്രോമിൽ ആരൊക്കെയുണ്ട്? നിക്കൽ, ഇരുമ്പ്, ക്രോമിയം. അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഓർമ്മ വരണം. സെറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചിത്രം. ഇതും കൂടി പഠിച്ചാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏറെക്കുറെ അവസാനിപ്പിക്കും. ബാക്കി ഫുള്ള് നമുക്ക് നമ്മുടെ ലൈവിൽ പറയാം. ഇങ്ങോട്ട് നോക്കിയാടാ, ഇവിടുത്തെ എക്സാമിന് നോക്കിയേ, ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ച്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് നമ്മൾ പഠിച്ച്, അത് വൃത്തത്തിലാണെന്ന് നമ്മൾ പഠിച്ച്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെറൈറ്റി ആയിട്ട് ഒരു തന്നതിനുണ്ട്, കാന്തിക മണ്ഡലം മുകളിലോട്ടാണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണേ കറണ്ടിൻ്റെ ദിശ എങ്ങോട്ടാണെന്ന്, വൈദ്യുതിയുടെ ദിശ എങ്ങോട്ടാണെന്ന്. സിമ്പിളാ. ഇവിടെ നോക്കടാ, ആദ്യം നിങ്ങൾ വെറുതെ ഒരു പേന നിങ്ങൾ കൈ പിടിക്കുക. ഇവിടെ നോക്കടാ, കാന്തിക മണ്ഡലം ദാ മേലോട്ടാണ് പോണത്. കാന്തിക മണ്ഡലം മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ട് അങ്ങോട്ട് പിടിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ കറണ്ട് എങ്ങോട്ടാ? നമ്മളെ വലതു കൈ പെരുവിരൽ നിയമം എന്താ? കറണ്ട് പോകുന്ന ദിശയിൽ തള്ളവിരൽ പിടിക്കുക, അങ്ങനെ പിടിക്കുക, അങ്ങനല്ലേ? അപ്പോൾ ഇതായിരിക്കും തള്ളവിരൽ, തള്ളവിരലായിരിക്കും കറണ്ട്. അപ്പോൾ നോക്കടാ സുഹൃത്തുക്കളെ, പേന എടുക്കുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് കാന്തിക മണ്ഡലം അങ്ങോട്ടാണ്. ഇതാ നോക്കടാ, കാന്തിക മണ്ഡലം അങ്ങോട്ടാണ്. സോ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പിടിക്കുന്നു. അയ്യോ, അപ്പോൾ കറണ്ട് എങ്ങോട്ടാ? സാറേ ഈ ഭാഗത്ത് B2A. വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ ആകെ മനസ്സിലാക്കേണ്ട കാര്യം, മുകളിലോട്ടാണെങ്കിൽ B2A ആയിരിക്കും. ഇനി അഥവാ താഴോട്ടാണെങ്കിലോ? അപ്പോൾ എന്താ ചെയ്യേണ്ടി? സാറേ മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടി. ഇനി അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണ്, എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരികയാണ് AB എന്ന് പറഞ്ഞൊരു വയറുണ്ട്. ഇങ്ങോട്ട് ഇതേ വട്ടം തന്ന് നിരിക്കുക. ഇങ്ങോട്ട് കാന്തിക മണ്ഡലം ഇങ്ങോട്ടാണ് നിരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടി? സാറേ മുകളിലോട്ടാണെങ്കിൽ അങ്ങനെ പിടിക്കുക, താഴോട്ടാണെങ്കിലോ ഈ വിരൽ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിക്കുക, താഴോട്ടാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടി? A to B. പരിപാടി കഴിഞ്ഞു. ഇതൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇതിലേതെങ്കിലും ഭാഗത്ത് മനസ്സിലായില്ലെങ്കിൽ ആ ഭാഗം പിന്നെയും കണ്ടു നോക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ. നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകളൊക്കെ നമ്മുടെ ലൈവിലുണ്ടായിരിക്കും. ലൈവ് നിർബന്ധമായിട്ടും കാണുക. ഈ നോട്ട്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. സോ ഗൈസ്, ബൈ.